ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചക്ക, നല്ല വിളഞ്ഞ ചക്കയാണ് വേണ്ടത്. ചക്കക്കുരുവും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി അരയ്ക്കാനും പകുതി അവസാനം വറുത്തിടാനും വേണ്ടിയാണ്. പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉഴുന്നുപരിപ്പ്, വെളുത്തുള്ളി, ജീരകം, കടുക്, ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെയാണ് നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. ഈ ചക്ക ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഈ ചക്ക നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചക്ക അരിഞ്ഞത് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ്, നീളത്തിലല്ല. നമ്മൾ അവിയലിൻ്റെ നീളത്തിലരിയും. ഇതിങ്ങനെ ഈ ഷേപ്പിലാണ് അരിഞ്ഞത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ തേങ്ങയിൽ നിന്നും പകുതി തേങ്ങ ഇവിടെ അരയ്ക്കാൻ വേണ്ടി എടുത്തു. മുളക് പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി. എരിവ് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല, അതുകൊണ്ട് എരിവ് കുറച്ച് മതി. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അത് ചേർക്കാം. പിന്നെ ജീരകം, പിന്നെ ഈ വെളുത്തുള്ളി ചക്കയ്ക്ക് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കും. ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിത് ഒന്ന് വെള്ളം ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ വെന്തു. ഇനി നമുക്ക് അരച്ചു വെച്ച ഈ കൂട്ട് ചേർത്ത് കൊടുക്കണം. മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ചേർക്കേണ്ടതൊക്കെ ചേർക്കണം. അപ്പോൾ നമുക്കിനി കടുക് വറുക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കതിലേക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കൂടെ ഇടാം. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇത് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. വറ്റൽ മുളക് കൂടെ ഇടാം. പിന്നെ നമ്മൾ ഈ തേങ്ങ കൂടെ ഇട്ട് വറുത്തെടുക്കണം. ഇത് ഈ എരിശ്ശേരിക്ക് ഒരു പ്രധാന ടേസ്റ്റ് വരുത്തുന്ന ഒരു സ്റ്റെപ്പാണ് ഈ തേങ്ങ വറുത്തിട്ട് കൊടുക്കുന്നത്.
അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കടുക് വറുക്കുമ്പോൾ ഇപ്പം തന്നെ ഈ തേങ്ങയും കൂടെ ഇട്ട് വറുത്ത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചുമന്ന് വരുന്നത് വരെ വറുത്ത് കൊടുക്കണം. പിന്നെ ഈ കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം.